നമ്മുടെ അതിരൂപത കത്തോലിക്ക കോൺഗ്രസ് ഈ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ എനിക്ക് പറയാനുള്ള ഒരു സന്ദേശം, നിങ്ങൾ നമ്മുടെ അതിരൂപതയോട്, സഭയോട് ചേർന്ന് നിൽക്കണം. ഞാൻ യുവദീപ്തിയുടെ അതിരൂപത ഡയറക്ടറായിരുന്ന കാലത്ത് അന്ന് ചെറുപ്പക്കാരായിരുന്ന ആളുകൾ ഇന്ന് ഈ കത്തോലിക്ക കോൺഗ്രസിൻ്റെ നേതൃനിരയിലുണ്ട്. അവർ ഇടവകയിൽ മിഷൻ ലീഗ് പോലെയുള്ള സംഘടനകളിൽ പ്രവർത്തിച്ചു. അതിനുശേഷം യുവദീപ്തിയിലേക്ക് വന്നു. അത് കഴിഞ്ഞ് അവർ വിവാഹിതരായി, അവർക്ക് മക്കളുണ്ടായി. അവർ അത് കഴിയുമ്പോൾ പിതൃവേദിയിലേക്ക് വന്നു. പിന്നെ AKCC പോലെയുള്ള സംഘടനയിൽ സജീവമായി സഭയോട് ചേർന്ന് നിൽക്കുകയാണ്. നമ്മുടെ അതിരൂപത കത്തോലിക്ക കോൺഗ്രസിൻ്റെ സെക്രട്ടറി ശ്രീ ബിനു ഡൊമിനിക്ക്, ഗ്ലോബൽ സെക്രട്ടറി ശ്രീ രാജേഷ്, അങ്ങനെയുള്ള പ്രഗത്ഭരായിട്ടുള്ള ആളുകളൊക്കെ അന്ന് കുഞ്ഞായിരുന്നപ്പോൾ മുതൽ സഭയോട് ചേർന്ന് നിന്നവരാണ്. അവർക്കിപ്പോഴും സഭയോട് സ്നേഹമാണ്. സഭയ്ക്ക് വേണ്ടി സംസാരിക്കുവാനും സംഘടിപ്പിക്കുവാനും അവർ സമയം കണ്ടെത്തുന്നു. അത് വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് നിങ്ങളും ഇതുപോലെ സഭയോട് ചേർന്ന് എന്ന് വളരുന്നവരായി മാറണം. അതിൻ്റെ ഒരു പ്രചോദനമാകണം ഈ ഒരു ഒത്തുചേരൽ എന്ന് ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ബുദ്ധി എന്ന് പറയുന്നത് നമ്മുടെ സ്വകാര്യമായ ഒരു സമ്പത്തല്ല. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, എനിക്ക് ബുദ്ധി ഉള്ളത് കൊണ്ട് ഞാൻ പഠിച്ചു വിജയിച്ചു, എനിക്ക് നല്ല മാതാപിതാക്കൾ, അവർക്കും ബുദ്ധി ഉണ്ടായിരുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ഈ ഒരു പാരമ്പര്യം ഉണ്ടായി, ഞങ്ങളുടെ കുടുംബത്തിൽ സമ്പത്തുണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല സൗകര്യങ്ങൾ പഠിക്കുവാൻ ലഭിച്ചു. പക്ഷേ ഇത് നിങ്ങളുടെ സ്വകാര്യ സമ്പത്തല്ല ബുദ്ധി എന്ന് പറയുന്നത്. ദൈവം നൽകിയതാണ് ബുദ്ധി. അപ്പോൾ ദൈവത്തിനും സഭയ്ക്ക് വേണ്ടി ഉപയോഗിക്കാനുള്ളത് കൂടിയാണ് നിങ്ങളുടെ ബുദ്ധി. നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉണ്ടാവേണ്ടതല്ല ഈ ബുദ്ധി. അതുകൊണ്ട് ഈ ബുദ്ധി സഭയുടെ വളർച്ചയ്ക്കും സഭയുടെ പരിശീലനത്തിനും സഭയുടെ പ്രതിസന്ധികളിൽ പരിഹാരത്തിനുമൊക്കെയായി നിങ്ങൾ ഉപയോഗിക്കണം. സഭയിലൊരു വൈജ്ഞാനിക കേന്ദ്രമായി പ്രവർത്തിക്കുവാൻ ബുദ്ധിസിദ്ധിയുള്ള ആളുകളാണ് നിങ്ങൾ. ഈ ബുദ്ധിയുള്ളവരുടെ ഒരു പ്രത്യേകത, അവർ ചിലപ്പോൾ സഭയ്ക്ക് വിരുദ്ധമായിട്ടും വിശ്വാസ വിരുദ്ധമായിട്ടുമൊക്കെ പ്രസംഗിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ചെന്ന് പെടാനായിട്ട് സാധ്യതയുണ്ട്. ഈ ബുദ്ധിജീവികളൊക്കെ ചിലപ്പോൾ നിരീശ്വരവാദികളായി പോകാനായിട്ടുള്ള സാധ്യതകളുണ്ട്. വലിയ വലിയ എഴുത്തുകാർ, ബുദ്ധിയുള്ളവരൊക്കെ ചിലപ്പോൾ ആ ലൈനിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അവരുടെ ബുദ്ധി സ്വാധീനത്തിൽ ചിലപ്പോൾ നമ്മളും പെട്ടുപോകാനായിട്ടുള്ള പ്രലോഭനങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മളുടെ ബുദ്ധി, ദൈവം തന്ന ഈ സിദ്ധി നമ്മൾ വിശ്വാസത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന അനുഭവം നിങ്ങളിലൂടെ ഉണ്ടാവണം. സഭ അത് അനുഭവിക്കണം. അത് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് സ്നേഹപൂർവ്വം. അതിരൂപത നിങ്ങളെ ചേർത്ത് നിർത്തുമ്പോൾ നിങ്ങളുടെ ബുദ്ധി അതിരൂപതയുടെ ഭാവിക്കും വിശ്വാസത്തിൻ്റെ വളർച്ചയ്ക്കും ഉപകരിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. നമ്മൾ അതിനുവേണ്ടിയാണ് പരിശ്രമിക്കേണ്ടത് എന്നുള്ള കാര്യം കൂടി ഞാൻ ഈ അവസരത്തിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. മൂന്നാമതായിട്ടൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഈ രോഗികളായ മാതാപിതാക്കളുടെ മക്കൾക്ക് സഹായം കൊടുക്കുന്ന ഒരു സമ്മേളനത്തിൽ ഞാൻ പങ്കെടുക്കുകയുണ്ടായി. അവിടെ പ്രസംഗിച്ച ഒരു സ്പോൺസർ പറഞ്ഞത്, ഞങ്ങൾ പഠിച്ചത് മണ്ണെണ്ണ വിളക്കിൻ്റെ വെട്ടത്തിലാണ് പഠിച്ചത്. അന്നത്തെ കാലത്ത് ഞങ്ങളുടെ വീട്ടിൽ ഇലക്ട്രിസിറ്റി ഇല്ലായിരുന്നു. ആ മണ്ണെണ്ണ വിളക്കിൻ്റെ വെട്ടത്തിൽ പഠിച്ച എനിക്ക് ഇന്ന് SBIയുടെ മാനേജരാകാനായിട്ട് സാധിച്ചു. വിശ്വാസവും പഠനവും പ്രതിസന്ധികളും ചേർന്ന് നിന്നപ്പോഴാണ്, കഷ്ടപ്പാടിലൂടെ വളർന്നു വന്നപ്പോഴാണ് ഞങ്ങൾക്കിത് അനുഭവിക്കുവാനായിട്ട് സാധിച്ചത്. അതുകൊണ്ട് എനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ ഒരു സൗഭാഗ്യം ഞാനതില്ലാത്തവർക്ക് വേണ്ടി കൊടുക്കുന്നതിൽ അഭിമാനിക്കുന്നുണ്ട്. അതാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ഈ ബുദ്ധിപരമായ വളർച്ചയും നേട്ടവും ഇനി നിങ്ങൾ ഭാവിയിൽ ആരൊക്കെ ആകാൻ പോകുന്നുവോ അതെല്ലാം ഒരു സമൂഹത്തിന് വേണ്ടി കൂടിയുള്ളതായിരിക്കണം. സമൂഹത്തിൽ ദരിദ്രരെ, അവശരെ, രോഗികളെ, പീഡിതരെ, ദുർബലരായ മനുഷ്യരെ, ഒറ്റപ്പെട്ട് കഴിയുന്നവരെ ഒക്കെ ചേർത്ത് നിർത്തുന്ന ബുദ്ധിയും വളർച്ചയും നമുക്കുണ്ടാകണം. മനുഷ്യന് വില കൊടുക്കുന്ന ഒരു സമൂഹത്തിൻ്റെ ഭാഗമായി നമ്മൾ വളരണം. അതാണ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത്. കരുണ കാണിക്കുന്ന സമൂഹമാണ് ക്രിസ്ത്യാനികളുടെ സമൂഹം. അങ്ങനെ പലരുടെയും കരുണ കൊണ്ടാണ് നമ്മൾ വളർന്നത്. മാതാപിതാക്കളുടെ കരുണ, മറ്റുള്ളവരുടെ കരുണ, ഇടവക സമൂഹത്തിൻ്റെ കരുണ, വൈദികരുടെയും സന്യസ്തരുടെയും പ്രാർത്ഥനയാകുന്ന കരുണ, ഇതുകൊണ്ടൊക്കെ വളർന്നു വരുന്ന നമ്മൾ ഈ സമൂഹത്തോട് കരുണ കാണിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നു. അപ്പം അതെല്ലാം അവഗണിച്ചുകൊണ്ടുള്ള ഒരു വളർച്ചയല്ല നമുക്ക് വേണ്ടത്. ആ കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടാവട്ടെ.